കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരച്ചിൽ ഇമോജി, കരയില്ല. നാച്ചുറലായിട്ട് വികാരം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വേണ്ടുന്ന ലഹരികളെ കുറിച്ചാണ്. മറ്റ് മോശപ്പെട്ട ലഹരി വസ്തുക്കളുടെ പേരോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഈ പ്രായത്തിലുള്ള കുട്ടികൾ എന്ന രീതിയിൽ ഞാൻ വരുന്നില്ല. ഫോണ് കൊടുക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കോഴിക്കോട് നിന്ന് പിടിച്ച് തലശ്ശേരിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അടുത്ത കാലത്തിൽ വാർത്ത കണ്ടില്ല. നെറ്റ് റീചാർജ് കൊടുക്കാതെ പേരിൽ അമ്മയുമായിട്ട് വഴക്ക്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മൾ ഒരു ദിവസം വീട്ടില് ഏറ്റവും കൂടുതൽ സമയം ഏതിനോട് ചെലവഴിക്കുന്നോ അതിനോട് നമുക്ക് താല്പര്യം ഉണ്ടാകും. നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞാല് പുസ്തകത്തെ പഠിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ പുസ്തകം കാണാതെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. അതാണ് അഡിക്ഷൻ. നാളെ പരീക്ഷയാണ്, പഠിക്കണം. ആ ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പുസ്തകത്തെ ശീലമുള്ളവരാൾക്ക് അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഈ പ്രായത്തിൽ സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരിക. എല്ലാ ദിവസവും അമ്മയോടും അച്ഛനോടും സംസാരിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ ഷെയർ ചെയ്യണം. അങ്ങനെ ഏറ്റവും നല്ല ഓപ്പൺ ടോക്ക് വീടുകളിൽ കൊണ്ടുവരാൻ കഴിയണം. തുറന്ന സംസാരം. ഒന്നിച്ച് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഭക്ഷണം കഴിക്കണം. ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, അച്ഛനും അമ്മയോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഒരു ചെറിയ പാക്കറ്റ് മിഠായി മാത്രമേ കൊടുക്കാവൂ. മൂത്ത കുട്ടി അത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാം ആമാശയപരമായി എന്നിലേക്ക് മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളൊക്കെ പരിഗണിക്കാനും ചെറിയ പ്രായത്തിൽ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ. ഇനി ഇത്ര സമയം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേർക്ക് ബോധ്യമായി എന്ന് നോക്കാൻ ഞാനിപ്പോ ഒരു സൈക്കോളജി ഫാക്ട് ഉപയോഗിക്കും. ആരും ബെഞ്ചിൽ ഈ ഭാഗത്ത് ആരും തല വെച്ച് കിടക്കുന്നത് കാണുന്നില്ല. എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ആരുമില്ല. ഒരു ക്ലാസ്സിലിരിക്കുമ്പോ പുറത്തുനിന്നൊക്കെ ഒരാൾ വരുമ്പോ RCMലയിലെ കുട്ടികൾ എത്ര മനോഹരമാണ്, ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ എത്ര മിനിറ്റുകളോളം ഏകാഗ്രതയോടുകൂടി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കുന്നു എന്ന തോന്നൽ വരുത്തുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായി നടുന്നിവർന്ന് നട്ടെല്ല് നിവർന്ന് അന്തസ്സോടുകൂടി അവിടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി അടുത്തൊരു സൈക്കോളജി ഫാക്ടർ ശ്രദ്ധിച്ചു. ഇനി ഞാൻ പറയുന്നത് കേട്ടിരുന്നാൽ മതി, ഒന്നും ചെയ്യരുത്. ഞാൻ സാധാരണ എവിടെയും എല്ലാവരെയും കൊണ്ട്